നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അത്തം പിറന്നു, ഇനി ഓണാഘോഷത്തിന്റെ നാളുകൾ. തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. തൃപ്പൂണിത്തുറയെ ചരിത്ര പൈതൃക നഗരമാക്കണമെന്ന് VD സതീശൻ. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. AICC ആസ്ഥാനത്തെ വന്ദേമാതര ആലാപനത്തിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ്. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സേവാദൾ. ദേശീയഗീതത്തോടുള്ള അനാദരവിൽ നിയമ നടപടി സ്വീകരിക്കാനൊരുങ്ങി BJP. നേതാക്കളുടെ പ്രവൃത്തി രാജ്യത്തെ ജനങ്ങളെ വേദനിപ്പിച്ചെന്ന് വിമർശനം. സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്ന ആവശ്യം. ഉപനേതൃപദവി വീണ്ടും ആവശ്യപ്പെടാനൊരുങ്ങി CPI. നൽകാനാകില്ല എന്ന നിലപാടിൽ ഉറച്ച് CPM. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള ആദ്യ ഇടതുമുന്നണി യോഗം നാളെ. രാജ്യത്തെ അമ്മയായി കാണാത്തവരാണ് വന്ദേമാതരത്തെ എതിർക്കുന്നതെന്ന VC മോഹൻ കുന്നുമ്മലിന്റെ പരാമർശത്തിന് എതിരെ പ്രതിഷേധത്തിനൊരുങ്ങി SFI. നാളെ സർവകലാശാല ആസ്ഥാനത്തേക്ക് SFIയുടെ മാർച്ച്. പ്രസ്താവന പിൻവലിക്കണമെന്ന് KSU. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ചരിത്ര വിജയവുമായി ബംഗ്ലാദേശ്. ഓസ്ട്രേലിയൻ മണ്ണിൽ ബംഗ്ലാദേശിന്റെ ആദ്യ ടെസ്റ്റ് വിജയം. ഇന്ത്യ ശ്രീലങ്ക ആദ്യ ടെസ്റ്റിന്റെ രണ്ടാം ദിനം മഴ കാരണം തുടങ്ങാനായില്ല. കേരളത്തിന്റെ ഔദ്യോഗിക ഓണാഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് തിരിതെളിഞ്ഞു. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തൃപ്പൂണിത്തുറയെ ചരിത്ര പൈതൃക നഗരമാക്കി മാറ്റണമെന്ന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്ര നടൻ ജഗദീഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. അപ്പൊ എത്രയോ പതിറ്റാണ്ടുകൾക്കപ്പുറവും കൊച്ചി രാജ്യഭൂമി തൃപ്പൂണിത്തുറയും മതസൗഹാർദ്ദത്തെ കുറിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്ന ഒരു നാടാണ്. എനിക്ക് തോന്നുന്നത് തൃപ്പൂണിത്തുറയെ നമുക്ക് ഒരു ചരിത്ര നഗരമാക്കി, ഒരു പൈതൃക നഗരമാക്കി ഉയർത്തിക്കൊണ്ടുവരാം. തൃപ്പൂണിത്തുറയ്ക്ക് ആ പൈതൃകമുണ്ട്. രാജകീയ പൈതൃകമുണ്ട്, കലയുടെ പൈതൃകമുണ്ട്, അനുഷ്ഠാന കലകളുടെ പൈതൃകമുണ്ട്. ഇവിടെ ഒരു പൈതൃക നഗരമാക്കി മാറ്റണം. ലോകത്തൊരു രാജ്യത്തും ഇത്തരം കൊട്ടാരങ്ങൾ താഴ്ത്തലയില്ല. നിങ്ങൾ യൂറോപ്പിലൊക്കെ പോയാൽ 10ാം നൂറ്റാണ്ടിലും 12ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്ന ചരിത്ര സ്മാരകങ്ങളെ അവർ സംരക്ഷിക്കും, അവരതിനെ തകർത്ത് കളയില്ല. പക്ഷെ ഇവിടെ തൃപ്പൂണിത്തുറയിൽ നിരവധി കൊട്ടാരങ്ങളും പഴയ ചരിത്ര സ്മാരകങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുക, ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ വിനയപൂർവമായ അഭിപ്രായം, അതെല്ലാം സംരക്ഷിക്കപ്പെടണം. അതൊരു പൈതൃക നഗരമായാൽ അതെല്ലാം സംരക്ഷിക്കപ്പെടും. ഓണത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര. ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ 25 വരെ നീളുന്ന അത്താഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. തൃപ്പൂണിത്തുറയുടെ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ ഒപ്പമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓണം വന്നിരിക്കുകയാണ്. അത് തുടങ്ങുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ്, കൊച്ചിയിൽ നിന്നാണ്. ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞതുപോലെ തൃപ്പൂണിത്തുറയെ ഒരു പൈതൃക നഗരമാക്കി ഉയർത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് സർക്കാർ എല്ലാവിധ സഹായങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ പൈതൃകമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു സമന്വയമാണ് ഈ അത്തം ഘോഷയാത്ര, അത്തച്ചമയ ഘോഷയാത്ര എന്ന് പറയുന്നത്. അത്തച്ചമയ ഘോഷയാത്ര ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിശ്ചല ദൃശ്യങ്ങളാണ് ഇനി വരാനുള്ളത്. അതുകൂടി ആകുമ്പോഴാണ് അത്തച്ചമയ ഘോഷയാത്ര പൂർണ്ണമാകുന്നത്. നിരവധി ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇത് മതസൗഹാർദ്ദത്തിന്റെ ഘോഷയാത്രയാണ്, കലയുടെയും സംസ്കാരത്തിന്റെയും എല്ലാം ഘോഷയാത്രയാണ്, അതിന്റെ എല്ലാം സമന്വയമാണ്. എന്തായാലും ഘോഷയാത്ര പുരോഗമിക്കുകയാണ്.
ഘോഷയാത്രയെ സംബന്ധിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. കൊച്ചി മഹാരാജാവ് പൂർണ്ണത്രയേശ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു എന്നതാണ് ഒന്ന്, അത് ജനങ്ങളെ കാണാൻ വരുന്നു എന്നതാണ് മറ്റൊന്ന്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ, ഐതിഹ്യങ്ങൾ, ചരിത്രമൊക്കെയുള്ള ഒന്നാണ് അത്തച്ചമയ ഘോഷയാത്ര. ഇതിന് സമാനമായ രീതിയിൽ എറണാകുളത്തും മറ്റു പലയിടങ്ങളിലും അത്തച്ചമയ ഘോഷയാത്രകളുണ്ട്. ഉദാഹരണത്തിന് പിറവത്തുണ്ട്, മൂവാറ്റുപുഴ, അങ്ങനെ പലയിടങ്ങളിലും ചെറിയ അത്തച്ചമയ ഘോഷയാത്രകളുണ്ട്. പക്ഷേ തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ഘോഷയാത്ര എന്ന് പറയുന്നത് ലോക ശ്രദ്ധയിലേക്ക് വരുന്നതാണ്. ഏറ്റവും വലിയ ഘോഷയാത്രയാണ്. ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സ്റ്റാച്യു ജംഗ്ഷൻ, ബസ് സ്റ്റാൻഡ്, അങ്ങനെ പോയി വീണ്ടും തിരികെ ഈ അത്തം നഗറിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതാണ് ഘോഷയാത്ര. മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് ഇന്ന് ഈ അത്താഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നത് നടൻ ജഗദീഷാണ്. അങ്ങനെ പ്രൗഢഗംഭീരമായ വേദിയിലാണ് ഈ അത്താഘോഷങ്ങൾ നടക്കുന്നത്. ഇനി അങ്ങോട്ട് ഓണക്കാലമാണ്, പൂവിളികളുടെ കാലമാണ്. അതിനെല്ലാം സാക്ഷ്യം വഹിക്കുന്നത്, അതിനെല്ലാം തുടക്കം എന്ന് പറയുന്നത് ഈ പൈതൃക നഗരിയായിട്ട് ഉയർത്തപ്പെടുന്ന തൃപ്പൂണിത്തുറ തന്നെയാണ്. എന്തായാലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു തുടക്കം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആ തുടക്കം ഇനിയുള്ള ആഘോഷങ്ങളുടെയൊക്കെ ഒരു തുടക്കം തന്നെയാണ്. 10-11 ദിവസമാണ് ഇത്തവണത്തെ ഓണം. ഓണം ഏറ്റവും ആഘോഷപൂർവ്വമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗംഭീര തുടക്കമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ നിന്ന് അശ്വതി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ചിങ്ങമാസ പൂജകൾക്കായി ഇന്ന് വൈകിട്ട് 5 മണിക്ക് ശബരിമല നട തുറക്കും. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ശ്രീലകത്ത് ദീപം തെളിയിക്കും. തുടർന്ന് 18-ാം പടിയിറങ്ങി തിരുമുറ്റത്തെ ആഴിയിൽ അഗ്നി പകരുന്നതോടെ ഇരുമുടിക്കെട്ടേന്തിയ അയ്യപ്പ ഭക്തർക്ക് 18-ാം പടി ചവിട്ടി ദർശനം നടത്താം. ഇന്ന് പ്രത്യേക പൂജകളൊന്നും ഉണ്ടാവില്ല. നാളെ ചിങ്ങമാസ പുലരിയിൽ പുലർച്ചെ 5-ന് നട തുറക്കും. തുടർന്ന് പതിവ് പൂജകൾ നടക്കും. ഓണത്തെ വരവേൽക്കാൻ തൃശൂർ. ശക്തന്റെ തട്ടകത്തിൽ ഭീമൻ പൂക്കളമൊരുങ്ങി. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരനടയിലാണ് 62 അടി വ്യാസത്തിൽ പൂക്കളമൊരുക്കിയത്. തൃശൂരിലെ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഭീമൻ പൂക്കളം ഒരുക്കിയത്. പുലർച്ചെ 5-ന് ആരംഭിച്ച പൂക്കളമൊരുക്കൽ 4 മണിക്കൂറിലധികം സമയമെടുത്താണ് പൂർത്തിയാക്കിയത്. 62 അടി വ്യാസത്തിൽ ഒരുക്കിയ പൂക്കളത്തിൽ പ്രധാനമായും മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുലർച്ചെ മുതൽ ഭീമൻ പൂക്കളം കാണാനായി വലിയ ജനത്തിരക്കാണ് തെക്കേ ഗോപുരനടയിൽ അനുഭവപ്പെട്ടത്. 19 വർഷങ്ങളോളമായി സായാഹ്ന സൗഹൃദ കൂട്ടായ്മ ഭീമൻ പൂക്കളം ഒരുക്കുകയാണ്. ഈ കൊല്ലത്തെ പൂക്കളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 18 വർഷമായ പൂക്കളമാണ്. ഞങ്ങൾക്കെല്ലാം ഒരേപോലെ തോന്നുന്ന ഒരു മഹത്തായൊരു സംരംഭമാണിത്. തൃശ്ശൂരിലെ സായാഹ്നങ്ങളിൽ സൗഹൃദം പങ്കുവയ്ക്കാൻ വരുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് സായാഹ്ന സൗഹൃദ കൂട്ടായ്മ. 18 വർഷം മുമ്പാണ് ഞങ്ങൾ ഈ ഉദ്യമം ആരംഭിച്ചത്. അന്നിപ്പോൾ തുടങ്ങിയതിനേക്കാളൊക്കെ എത്രയോ വലിയ നിലയിൽ ഈ പൂക്കളം എത്തിച്ചേർന്നു. ഇതിൽ ഞങ്ങളുടെ 150ഓളം വരുന്ന സന്നദ്ധ പ്രവർത്തകർ ദിവസങ്ങളോളം പണിയെടുത്തിട്ടാണ്. വലിയൊരു അധ്വാനമാണ് ഇതിന്റെ പിറകിൽ. 200ഓളം പേരുടെ കഷ്ടപ്പാടാണ് ഭീമൻ പൂക്കളമായി വിടർന്നത്. പൂക്കളത്തിൽ തുടങ്ങി കുമ്മാട്ടിയും പുലികളിയുമെല്ലാമായി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ശക്തന്റെ തട്ടകം. അമൃത ന്യൂസ്, തൃശൂർ. കോൺഗ്രസ് ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തിയ ചടങ്ങിൽ വന്ദേമാതരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിന് സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്ന് ബി.ജെ.പി. വന്ദേമാതരം പാടിയപ്പോൾ കുറ്റകൃത്യം നടന്നതുപോലെയാണ് സോണിയാഗാന്ധി പ്രതികരിച്ചത് എന്നും ബി.ജെ.പി. വക്താവ് പ്രദീപ് ഭണ്ഡാരി. രാഹുലിന്റെയും സോണിയാഗാന്ധിയുടെയും നിർദ്ദേശപ്രകാരമാണ് കേരളത്തിൽ വന്ദേമാതരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നും അദ്ദേഹം വിമർശിച്ചു. വിവാദങ്ങളിൽ അതൃപ്തി അറിയിച്ച് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കുടുംബം സോണിയാഗാന്ധിക്ക് കത്തയച്ചു. പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായി കോൺഗ്രസ് ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചതിൽ തീർത്തും പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ്. വന്ദേമാതരത്തെ അപമാനിച്ചാൽ ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ലിനെ പാർലമെന്റിൽ എതിർക്കുകയും കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വന്ദേമാതരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഘട്ടത്തിലായിരുന്നു പാർട്ടി ആസ്ഥാനത്ത് തന്നെ വന്ദേമാതരം പൂർണ്ണമായും പാടിയത്. വന്ദേമാതരം ആലപിക്കുന്നത് തടയാൻ ശ്രമിച്ചതിന് സോണിയാഗാന്ധി രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് ബി.ജെ.പി. ആവശ്യപ്പെട്ടു. വന്ദേമാതരം പാടിയപ്പോൾ കുറ്റകൃത്യം നടന്നതുപോലെയായിരുന്നു സോണിയാഗാന്ധിയുടെ പ്രതികരണമെന്നും ബി.ജെ.പി. വക്താവ് പ്രദീപ് ഭണ്ഡാരി വിമർശിച്ചു. രാഹുലിൻ്റെയും സോണിയാഗാന്ധിയുടെയും നിർദ്ദേശം അനുസരിച്ചാണ് കേരളത്തിൽ ഔദ്യോഗിക പരിപാടിയിൽ വന്ദേമാതരം ഒഴിവാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു.
വന്ദേമാതരം പാടുന്നത് കോൺഗ്രസ് നയമല്ല എന്ന് രാഹുൽ ഗാന്ധി സേവാദൾ പ്രവർത്തകരോട് പറയുന്ന ദൃശ്യങ്ങളും നിഷികാന്ത് ദുബെ MP പുറത്തുവിട്ടിരുന്നു. അതേസമയം വിവാദങ്ങളിൽ അതൃപ്തി അറിയിച്ച് വന്ദേമാതരത്തിന്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കുടുംബം സോണിയാഗാന്ധിക്ക് കത്തയച്ചു. വിവാദങ്ങൾ കടുത്ത അപമാനമുണ്ടാക്കി. കോൺഗ്രസ് രാജ്യത്തെ പൗരന്മാരോട് പ്രത്യേകിച്ച് ബംഗാൾ ജനതയോട് മാപ്പ് പറയണമെന്നും ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കുടുംബാംഗമായ സുമിത്രോ ചാറ്റർജി കത്തിൽ ആവശ്യപ്പെട്ടു. വന്ദേമാതരം പൂർണ്ണമായും പാടുന്നതിൽ തെറ്റില്ലെന്നും സോണിയാഗാന്ധി വന്ദേമാതരം തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നുമാണ് ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നൽകിയ വിശദീകരണം. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും ഹിമാചൽ പ്രദേശിലും സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. LDF യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ആദ്യമായാണ് യോഗം ചേരുന്നത്. പല വേദികളിലായി CPI ഉന്നയിച്ച പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം യോഗത്തിൽ ആവശ്യപ്പെട്ടേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം LDF യോഗം ചേർന്നിരുന്നില്ല. തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുന്നതിനും മുന്നണി യോഗം ചേർന്നില്ല. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച് CPM-ഉം CPI-യും തമ്മിലുണ്ടായ തർക്കവും യോഗം ചേരുന്നതിന് തടസ്സമായിരുന്നു. കൂടാതെ കൂടിയാലോചനകൾ ഉണ്ടാകുന്നില്ലെന്നും ഏകോപനക്കുറവും ഘടകകക്ഷികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനിടെയാണ് യോഗം ചേരാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരത്താണ് യോഗം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനവും സർക്കാരിനെതിരായ സമരപരിപാടികളുമാണ് യോഗത്തിന്റെ അജണ്ട. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിലും വിശദമായ ചർച്ച യോഗത്തിലുണ്ടായേക്കും. ഉപനേതാവ് സ്ഥാനം വിട്ടുകൊടുക്കാനാവില്ലെന്നാണ് CPM നിലപാട്. ഉപനേതൃ പദവിയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് CPI-യും അറിയിച്ചിരുന്നു. ഇക്കാര്യം മുന്നണി യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്യും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മെസ്സിയെ കേരളത്തിൽ എത്തിക്കുമെന്ന് വാഗ്ദാനം നൽകി സേവന നികുതിയിൽ വെട്ടിപ്പ് നടത്തിയതിൽ GST അന്വേഷണം നാളെ ആരംഭിക്കും. സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി 22,68 ലക്ഷം രൂപ അടയ്ക്കാത്തതാണ് GST വകുപ്പ് അന്വേഷിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം നാളെ കാഞ്ഞങ്ങാട് നേരിട്ടെത്തി പരിശോധന നടത്തും. കാഞ്ഞങ്ങാട് GST ഉദ്യോഗസ്ഥരാണ് നികുതി തട്ടിപ്പ് കണ്ടെത്തിയത്. GST വകുപ്പ് നിയോഗിച്ച ഡെപ്യൂട്ടി കമ്മീഷണർ C. ബ്രിജേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക 5-അംഗ സംഘമാണ് നാളെ അന്വേഷണം ആരംഭിക്കുക. അർജന്റീന ഫുട്ബോൾ ടീമിനെയും ലയണൽ മെസ്സിയെയും കേരളത്തിലെത്തിക്കാൻ സ്പോൺസർ കമ്പനി നടത്തിയ 126 കോടിയുടെ വിദേശ വിനിമയ ഇടപാടിന് 22.68 കോടി സേവന നികുതി അടയ്ക്കാത്തതിലാണ് അന്വേഷണം. സേവന നികുതി അടച്ചില്ലെന്ന് നികുതി വിഭാഗം കണ്ടെത്തിയതിനെ തുടർന്ന് കാഞ്ഞങ്ങാട് ഓഫീസ് സ്പോൺസർക്ക് 5 തവണ നോട്ടീസ് നൽകിയിരുന്നു. ഓഗസ്റ്റിൽ സ്പോൺസർ കമ്പനി ഉടമകൾ ഹാജരായെങ്കിലും രേഖകൾ കൈമാറിയിരുന്നില്ല. വിഷയം കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തും. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് SIT രൂപീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നികുതി വെട്ടിപ്പ് കൂടാതെയുള്ള മറ്റ് തട്ടിപ്പുകളിലും സർക്കാർ അന്വേഷണം ഉടൻ ആരംഭിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മൊബൈൽ ഫോൺ പിടിച്ചുവെച്ചതിന് പിന്നാലെ നാടുവിട്ട വിദ്യാർത്ഥിയെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം. കണ്ണൂർ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ശിവസൂര്യയാണ് കാണാതായത്. താൻ കാശിയിലേക്ക് പോകുന്നുവെന്നും ഇനിയുള്ള ജീവിതം അവിടെ ജീവിച്ച് ദൈവത്തോട് ലയിക്കും എന്നും കുറിപ്പ് എഴുതി വെച്ചാണ് ശിവസൂര്യ നാടുവിട്ടത്. 10 ദിവസമായിട്ടും വിദ്യാർത്ഥിയെ കണ്ടെത്താനാവാത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ തിരച്ചിലിന് പ്രത്യേക സംഘം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയെ കാണാതായ സംഭവത്തിൽ അന്വേഷണം എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്? ഏതായാലും ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തെയൊക്കെ നിയോഗിക്കുകയാണ് അല്ലേ? മയ സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷിതാക്കൾ പരാതി കടുപ്പിച്ചതോടുകൂടിയാണ് ഈ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത്. കാണാതായി 10 ദിവസം കഴിഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര നടപടികൾ ഉണ്ടാകുന്നില്ല, കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടാകുന്നില്ല എന്നുള്ള ഗുരുതര പരാതികൾ കുടുംബം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. കുട്ടി കാശിക്ക് പോയിട്ടുണ്ടാകാമെന്നൊരു ധാരണയാണ് പോലീസിന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിപുലമായ തെരച്ചിലാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ ഊന്നൽ കൊടുക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗത്തെ തുടർന്ന് മാതാപിതാക്കൾ ഈ വിദ്യാർത്ഥിയെ ശിവസൂര്യയെ വിലക്കിയിരുന്നു. ഇതിന്റെ മനോവിഷമമാണ് നാടുവിടാൻ കാരണമായതെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. എന്തായാലും ഈ കുട്ടിയെ കാണാതായതിന് പിന്നാലെ ഇവിടെ നിന്നൊരു കുറിപ്പും ലഭിച്ചിരുന്നു. ഇനിയുള്ള ജീവിതം കാശിയിൽ പോവുകയാണ്, അവിടെ ദൈവത്തോട്
ഒഴിഞ്ഞ് ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്നുള്ളൊരു കുറിപ്പ് ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ കാശിയിലേക്ക് പോയിരിക്കാമെന്നൊരു കണക്കുകൂട്ടൽ രക്ഷിതാക്കളുള്ളത്. എന്തായാലും പോലീസിന്റെ സഹായത്തോടു കൂടി ഈ കുട്ടിയെ കണ്ടെത്താനുള്ളൊരു തീവ്ര ശ്രമമാണിപ്പോൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അന്വേഷണം ഊർജിതമായി തന്നെ നടത്താൻ തന്നെയാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മായ. ശരി, ജോസഫാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അടുത്ത അനുയായിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. നിയമസഭയിലെ മുൻ ഡെപ്യൂട്ടി സ്പീക്കറും 5 തവണ MLA-യുമായ ആശിഷ് ബാനർജിയെയാണ് ബിറൂം ജില്ലയിലെ തൃണമൂൽ കോൺഗ്രസ് ഓഫീസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മമതാ സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായും കൃഷിമന്ത്രിയായും ചുമതല വഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീടിന് തൊട്ടടുത്തുള്ള പാർട്ടി ഓഫീസിലാണ് ഇന്ന് രാവിലെ മൃതദേഹം കണ്ടത്. മരണവാർത്ത പുറത്തു വന്നതോടെ അദ്ദേഹത്തിന്റെ വീടിനും പാർട്ടി ഓഫീസിനും മുന്നിൽ വൻ ജനക്കൂട്ടം തടിച്ചുകൂടി. ഈ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ധ്രുവ സാഹയോട് പരാജയപ്പെട്ടിരുന്നു. കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിന്റെ വിവാദ പ്രസംഗത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങി SFI. നാളെ സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തും. VC-ക്കെതിരെ KSUവും രംഗത്തെത്തി. RSS സംഘടിപ്പിച്ച പരിപാടിയിലെ പ്രസംഗത്തിൽ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമാണ് വിവാദമായത്. RSS തിരുവനന്തപുരം മണിവിളയിൽ സംഘടിപ്പിച്ച സങ്കൽപ് 2026 എന്ന പരിപാടിയിലായിരുന്നു കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മലിന്റെ പരാമർശം. കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഭാരതമാതാവാണ്. വികസിത ഭാരതത്തിനു വേണ്ടി ഇവരെ നിങ്ങളുടെ വീട്ടിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഭാരതം അമ്മയായതിനാലാണ് വന്ദേമാതരം എന്ന് പാടുന്നത്. അമ്മ ആരാണ് എന്നറിയാത്തവരാണ് വന്ദേമാതരം എതിർക്കുന്നത്. അവരും മാറും, ഈ നാട് മാറുകയാണ് എന്നുമായിരുന്നു മോഹനൻ കുന്നുമ്മലിന്റെ പരാമർശം. പരാമർശത്തിന് പിന്നാലെ ശക്തമായ എതിർപ്പുമായി SFIയും KSUവും ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തി. VC പദവിയുടെ അന്തസ്സിന് നിരക്കാത്ത വാക്കുകളാണിത് എന്നാണ് ഉയരുന്ന വിമർശനം. നാളെ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI മാർച്ച് നടത്തും. പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് KSUവിന്റെയും തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. യുദ്ധം തുടരുന്നതിനിടെ അമേരിക്കയോട് തോൽവി സമ്മതിക്കണമെന്ന ആവശ്യവുമായി ഇറാൻ രംഗത്ത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതും അടയ്ക്കുന്നതും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്നും വാദം. തോൽവിയുടെ യാഥാർത്ഥ്യം അംഗീകരിക്കാതെ മിഥ്യാധാരണകളിൽ തുടർന്നാൽ ഇറാൻ ഉപരോധം തുടരുമെന്ന് ഇറാൻ വിദേശകാര്യ ഉപമന്ത്രി ഖസാം ഖരീദാബാദി എക്സിൽ കുറിച്ചു. അതിനിടെ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച് ഇറാനും ഒമാനും കരാറിലേക്ക് അടുക്കുന്നതായാണ് സൂചന. മാസങ്ങളായി മേഖലയിൽ നിലനിൽക്കുന്ന അന്താരാഷ്ട്ര പ്രതിസന്ധികൾക്കിടയിലാണ് പുതിയ കപ്പൽപാതയ്ക്ക് രൂപം നൽകുന്നത്. സാങ്കേതിക കാര്യങ്ങളിലും പ്രോട്ടോകോളുകളിലും ചർച്ചകൾ തുടരുകയാണെന്നും ഉടൻ തന്നെ സംയുക്ത ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നുമാണ് സൂചനകൾ വരുന്നത്. ഇന്ത്യയിൽ അഭയം തേടിയ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കൈമാറ്റം തീരുമാനിക്കേണ്ടത് കോടതിയാണെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് കോടതിയാണ് വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടത്. രാഷ്ട്രീയമോ നയതന്ത്രപരമോ ആയ തീരുമാനമല്ല ഇക്കാര്യത്തിൽ ആവശ്യമെന്നും സർക്കാർ വ്യക്തമാക്കി. നേരത്തെ ഢാക്കയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഷെയ്ഖ് ഹസീനയെ വിട്ടുനൽകാനുള്ള നടപടി വേഗത്തിലാക്കണമെന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഷെയ്ഖ് ഹസീനയെ വിട്ടുനൽകാതെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിക്കില്ല എന്ന വാർത്തകൾ ധാക്ക തള്ളി. കോതമംഗലത്ത് അരുണാചൽ പ്രദേശ് സ്വദേശിയായ BTech 2ാം വർഷ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മിച്ചി മാർപ്പു എന്ന വിദ്യാർത്ഥിയെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ഇന്നലെയാണ് കണ്ടെത്തിയത്. ഉയർന്ന ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്തതിനാൽ ഇയർ ഔട്ട് ആകും എന്ന് ഭയന്നാണ് വിദ്യാർത്ഥി ജീവൻ ഒടുക്കിയത് എന്ന് ആരോപിച്ച് SFI രംഗത്തെത്തി. എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിലും കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ 18 ആണെന്നും കോതമംഗലത്തെ സ്വകാര്യ കോളേജിൽ മാത്രമാണ് 22 എന്നുമാണ് വിദ്യാർത്ഥികളുടെ പരാതി. എന്നാൽ ക്രെഡിറ്റ് സ്കോർ തീരുമാനിക്കാൻ അധികാരമുണ്ടെന്നാണ് കോളേജ് അധികൃതരുടെ നിലപാട്. കോളേജിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് തെളിഞ്ഞാൽ ശക്തമായ സമരമുണ്ടാകുമെന്ന് SFI നേതാക്കൾ അറിയിച്ചു. എല്ലാ പിന്തുണയുണ്ടാവും. ഏതെങ്കിലും ഘട്ടത്തിനകത്ത് ഈ മരണവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇതിന്റെ അധികൃതർ ഏതെങ്കിലും ഘട്ടത്തിൽ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്, അവരെ അനാസ്ഥ കൊണ്ടോ ഗുരുതര വീഴ്ച കൊണ്ടോ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള SFIക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അധ്യാപികമാർ പ്രതികളായ
വടകര MDMA സാമ്പത്തിക ഇടപാട് കേസിൽ കേസന്വേഷണം പുരോഗമിക്കുന്നതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. വടകര CI AV ദിനേശിനെയാണ് കണ്ണൂർ സർക്കിളിലേക്ക് മാറ്റിയത്. തെരഞ്ഞെടുപ്പ് സമയത്താണ് AV ദിനേശ് വടകരയിൽ ചുമതലയേറ്റത്. 3 അധ്യാപികമാർ പ്രതികളായ MDMA കേസിൽ അന്വേഷണം കൂടുതൽ വിപുലമാക്കുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥനെ മാറ്റിയത്. അധ്യാപികമാർ വിദ്യാർത്ഥികളെ മയക്കുമരുന്ന് കൈമാറ്റത്തിനും പണമിടപാടുകൾക്കും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. ഇതിനിടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സ്ഥലം മാറ്റം. കേസിലെ ഡിജിറ്റൽ തെളിവുകൾ പൂർണ്ണമായി ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. അറസ്റ്റിലായ അധ്യാപികമാരായ കീർത്തന, കാവ്യ, നീഷ്മ എന്നിവരുടെ ബാങ്ക് അക്കൗണ്ടുകളും ഫോൺ രേഖകളും SIT വിശദമായി പരിശോധിക്കുകയാണ്. BJPയിൽ ഇലക്ഷൻ ഫണ്ട് വെട്ടിപ്പ് നടന്നിട്ടില്ലെന്ന് PC ജോർജ്. എരുമേലിയിൽ ഉള്ള 2 പ്രവർത്തകരാണ് തന്നെ തെറ്റിദ്ധരിപ്പിച്ചത്. 4,45 ലക്ഷം രൂപ ഫണ്ട് ഉണ്ടായിരുന്നുവെന്നാണ് അവർ തന്നോട് പറഞ്ഞത്. ആ പണം എവിടെ ചെലവഴിച്ചു എന്നാണ് താൻ ചോദിച്ചത്. എന്നാൽ BJP നേതൃത്വം കൃത്യമായ കണക്ക് തന്നെ ബോധ്യപ്പെടുത്തി. ഒരു മണ്ഡലത്തിൽ ചെലവഴിക്കാൻ അനുവദനീയമായതിൽ കൂടുതൽ ഒരു തുകയും തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചിട്ടില്ല. താനൊരു രൂപ പോലും ഇലക്ഷൻ ഫണ്ട് പിരിച്ചിട്ടില്ല എന്നും ഫണ്ട് കൈകാര്യം ചെയ്തിരുന്നത് താനായിരുന്നില്ല എന്നും PC ജോർജ് പറഞ്ഞു. ഞാൻ ഇലക്ഷൻ തോറ്റ് കഴിഞ്ഞ് സ്വാഭാവിക തോൽവി ഒരു ആഘാതമാണല്ലോ. തോറ്റ് കഴിഞ്ഞ് ഞാൻ എരുമേലി ഒരു കമ്മിറ്റി ചെന്ന് 2 BJP സ്ട്രോങ് ആളുകളാണ്. അതാ രസം. അമ്മമാരെന്നോട് പറഞ്ഞു 4,45 ലക്ഷം രൂപ കിട്ടുക, ഇതെല്ലാം കൂടെ എവിടെ പോയി, എന്ത് ചെയ്തു, മറിച്ചതിനെ ചൂടാക്കി. എടാ, അപ്പോൾ ഞാൻ ഇത്രയും രൂപ കിട്ടുമോ, എനിക്കറിയത്തില്ലല്ലോ. അപ്പം ഞാൻ അവിടെ പറഞ്ഞു 4,45 ലക്ഷം രൂപ കിട്ടിയത് ആരൊക്കെ കട്ടു, എവനൊക്കെ തിന്നു എന്ന് അറിയേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ഞാൻ 2 ചൂടായി. BJPക്കുള്ള തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA. അന്വേഷണ കമ്മീഷനെയോ അച്ചടക്ക സമിതിയെയോ നിയോഗിച്ചിട്ടുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും 6 ലക്ഷം അംഗങ്ങളുള്ള പാർട്ടിയിൽ അച്ചടക്ക നടപടി സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞു. 5-6 ലക്ഷം പ്രവർത്തകരുടെ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു നോർമൽ കോഴ്സ് ഓഫ് ആക്ഷനാണ് ഡിസിപ്ലിനറി ആക്ഷൻ, ഷോ കോസ് നോട്ടീസ്. ഇതെല്ലാം എപ്പോഴും നടക്കുന്നതാണ്. ഇതെന്താ പെട്ടെന്ന് ഇന്നലെ തുടങ്ങിയതാണോ? പക്ഷേ ഇതിന് നിങ്ങൾ സെൻസേഷനൽ ആക്കിയിട്ട് നിങ്ങളുടെ TRPക്ക് വേണ്ടി ഓരോന്ന് പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. വന്ദേമാതരത്തിൽ കോൺഗ്രസിന് ആശയപരമായി വ്യക്തതയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചരട് പൊട്ടിയ പട്ടം പോലെയാണ് പുതിയ കോൺഗ്രസ്. വന്ദേമാതരം പാടിയപ്പോൾ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കേട്ടുനിന്നുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഒരു ജനാധിപത്യ ബോധമുള്ള പാർട്ടി മാത്രമല്ല, സെക്യുലർ ബോധമുള്ള പാർട്ടിക്ക്, ഇന്ത്യയെ ഉൾക്കൊള്ളുന്നൊരു പാർട്ടിക്ക് ഒരിക്കലും വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗാനമാണെന്ന് പറയാൻ പറ്റില്ല. AICC ആസ്ഥാനത്ത് എല്ലാ വരികളും പാടി. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 9 വിക്കറ്റിന്റെ വമ്പൻ ജയവുമായി ബംഗ്ലാദേശ് ചരിത്രത്തിലേക്ക്. ഓസ്ട്രേലിയൻ മണ്ണിൽ ബംഗ്ലാദേശിന്റെ ആദ്യ ടെസ്റ്റ് വിജയമാണ് ഇത്. 30 റൺസുമായി മൊമിനുൽ ഹഖും 25 റൺസുമായി ഷഡ്മാൻ ഇസ്ലാമുമാണ് ബംഗ്ലാദേശിനെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. 2 ഇന്നിംഗ്സിലുമായി 9 വിക്കറ്റ് വീഴ്ത്തി ഹസൻ മഹ്മൂദ് മാൻ ഓഫ് ദി മാച്ചായി. ഇന്ത്യ ശ്രീലങ്ക ആദ്യ ടെസ്റ്റിന്റെ 2ാം ദിനം തടസ്സപ്പെടുത്തി മഴ. 2ാം ദിനം ആദ്യ സെഷൻ ഇതുവരെ ആരംഭിക്കാനായിട്ടില്ല. ദേവ്ദത്ത് പടിക്കലിന്റെ സെഞ്ചുറിയുടെ കാര്യത്തിൽ ഇന്ത്യ 1ാം ദിനം അവസാനിക്കുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 288 റൺസ് എടുത്തിട്ടുണ്ട്. ഉച്ചവാർത്ത പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകളുണ്ട്. വാർത്തകൾ കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.